بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الثبات في الأمر والعزيمة على الرشد، ونسألك موجبات رحمتك وعزائم مغفرتك، ونسألك شكر نعمتك وحسن عبادتك، ونسألك قلوبا سليمة وألسنة صادقة، ونسألك من خير ما تعلم ونعوذ بك من شر ما تعلم، ونستغفرك لما تعلم إنك أنت علام الغيوب. أما بعد. സൂറത്തു അത്തലാഖ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞു, ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن 3 أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലായി യഇസ്ന, വല്ലായി അതായത് ഒരു കൂട്ടം സ്ത്രീകൾ. ആരാണ് അവർ? യഇസ്ന മിനൽ മഹീദ്, മഹീദിൽ നിന്ന് യഅസുണ്ടായ, മഹീദ് എന്നാൽ ഹൈദ്, ഹൈദിൽ നിന്ന് യഅസ് എന്നാൽ നിരാശയുണ്ടായ സ്ത്രീകൾ, അഥവാ ഹൈദ് നിലച്ച സ്ത്രീകൾ, ആർത്തവം നിലച്ച സ്ത്രീകൾ. മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽപ്പെട്ട ആർത്തവം നിലച്ച സ്ത്രീകൾ. ഇനിർതബുതും, നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ, അഥവാ അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, വൽമുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 3 ഖുറൂ. തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ അവരവരുടെ കാര്യത്തിൽ കാത്തിരിക്കണം 3 ഖുറൂ, 3 ഖർ, അഥവാ 3 ശുദ്ധികാലം, 3 ആർത്തവം കഴിയുന്നത് വരേക്കും അവർ കാത്തിരിക്കണം. 3 ആർത്തവം കഴിയുന്നത് വരെ അവർ തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ കീഴിൽ നിന്ന് പൂർണ്ണമായി മോചിതയാകുന്നില്ല. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. ആദ്യത്തെ 2 തലാഖുകളാണെങ്കിൽ ഈ 3 ആർത്തവ കാലത്തിനുള്ളിൽ മഹറോ പുതിയ നിക്കാഹോ പെണ്ണിന്റെ സമ്മതമോ ഇല്ലാതെ തിരിച്ചെടുക്കാം. എന്നാൽ ഇത് ആർത്തവമുള്ള സ്ത്രീകൾക്കാണല്ലോ 3 ആർത്തവം ഉണ്ടാകുക. അതില്ലാത്ത സ്ത്രീകൾ തലാഖ് ചൊല്ലപ്പെട്ടാൽ എന്താണ് എന്നാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലായി യഇസ്ന മിനൽ മഹീദ് മിൻ നിസായിക്കും ഇൻ ഇർതബതും, ആർത്തവം നിലച്ച സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫഇദ്ദതുഹുന്ന, അവരുടെ ഇദ്ദ, അവർ തലാഖ് ചൊല്ലപ്പെട്ടാൽ കാത്തിരിക്കേണ്ടത്, അഥവാ പുതിയ വിവാഹം അവർക്ക് പാടില്ലാത്ത പഴയ ഭർത്താവിന്റെ കീഴിൽ തന്നെ കഴിയേണ്ടുന്ന സമയം 3 അശ്ഹുർ, 3 മാസങ്ങളാകുന്നു. വല്ലായി ലം യഹിദ്, വല്ലായി അതുപോലെ ഏത് സ്ത്രീകൾക്കും, ലം യഹിദ് ഹൈദ് വരാത്ത സ്ത്രീകൾക്കും, ഹൈദ് വന്നിട്ടില്ലാത്ത കുട്ടികൾ, പെൺകുട്ടികൾ, അതാണ് ഇവിടെ ഉദ്ദേശം. അവർ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ, ആയിഷ റളിയല്ലാഹു അൻഹ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തത് വളരെ ചെറിയ പ്രായത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. ഒരു പെണ്ണിന്റെ വലിയന്, രക്ഷാകർത്താവിന്, ആ പെൺകുട്ടിക്ക് അത് ദുനിയാവിലും ആഖിറത്തിലും നന്മയാവും എന്ന് തോന്നിയാൽ യോജിച്ച ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കൽ. അതിന് ഒരുപാട് കാര്യങ്ങൾ, മസ്ലഹത്തുകൾ, ആ പെൺകുട്ടിയുടെ ദുനിയാവും ആഖിറത്തും ഉറപ്പുവരുത്തേണ്ട, അയാൾക്ക്
ബോധ്യപ്പെടേണ്ടതുണ്ട് പെണ്ണിന്റെ വലിയന്. അത് തോന്നിയതുപോലെ ചെയ്യാനോ ഈ പെൺകുട്ടിക്ക് ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ചെയ്യാനോ ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷെ ഇസ്ലാമിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ആ പെൺകുട്ടിക്ക് നന്മയാണ് അതെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം ചെയ്യപ്പെടുകയും തലാഖ് ചെല്ലപ്പെടുകയും ചെയ്താൽ, ഹൈദിന് മുമ്പ് തലാഖ് ചെല്ലപ്പെട്ടാൽ അവരുടെയും ഇദ്ദ 3 മാസമാകുന്നു. ആർത്തവമുണ്ടായി നിലച്ചുപോയ പ്രായമുള്ള സ്ത്രീകളുടെയും അതല്ലാതെ ആർത്തവം വരാത്ത പെൺകുട്ടികളുടേതും. ഇനി ചില ആളുകൾക്ക് അതല്ലാത്ത രൂപത്തിൽ ആർത്തവമേ ഇല്ലാത്ത വല്ല അവസ്ഥയും ഉണ്ടായാലും ഇങ്ങനെയാണ് വിധി. 3 അശ്ഹൂർ 3 മാസം കാത്തിരിക്കണം. വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യദഅന ഹംലഹുൻ. വഉലാത്തുൽ അഹ്മാൽ, ഉലാത്തുൽ അഹ്മാൽ എന്നാൽ ഹംലുള്ള സ്ത്രീകൾ അഥവാ ഗർഭിണികൾ. അജലുഹുന്ന അവരുടെ അവധി അഥവാ അവരുടെ ഇദ്ദ അൻ യദഅന ഹംലഹുൻ അവർ പ്രസവിക്കുന്നത് വരേക്കാണ്. അഥവാ അവരുടെ ഇദ്ദ അവസാനിക്കുക പ്രസവിച്ചാൽ. ഇന്നൊരു പെണ്ണ് തലാഖ് ചൊല്ലപ്പെട്ടു, നാളെ രാവിലെ ആകുമ്പോഴേക്കും പ്രസവിച്ചു, ഗർഭിണിയാണ്, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഇദ്ദ അവസാനിച്ചു അതോടെ. അപ്പൊ അവരുടെ ഇദ്ദ അവർ പ്രസവിക്കുന്നത് വരേക്കാണ്. വമൻ യത്തഖില്ലാഹ് ആരല്ലാഹുവിനെ സൂക്ഷിച്ചോ യജ്അൽ ലഹു അല്ലാഹു അവനെ ഏർപ്പെടുത്തി കൊടുക്കും മിൻ അംരിഹി യുസ്റാ അല്ലാഹു അവന്റെ കാര്യം എളുപ്പമാക്കി കൊടുക്കും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യഖൂലു തആല അല്ലാഹു പറയുന്നു മുബയ്യിനൻ ലിഇദ്ദത്തിൽ ആയിസ ഹൈദ് നിലച്ചിട്ടുള്ള വൃദ്ധകളായ സ്ത്രീകളെ കുറിച്ച് അല്ലാഹു അവരുടെ ഇദ്ദ എത്രയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു. ആരാണ് ആയിഷ? വഹിയല്ലതി ഖദ് ഇൻഖതഅ അൻഹൽ ഹൈദു ലികിബരിഹ പ്രായമേറിയത് കാരണത്താൽ ആർത്തവം നിലച്ച സ്ത്രീ അവർക്കാണ് ആയിഷ എന്ന് പറയുന്നത്. യസ്ണ്ടായ ആ കാര്യത്തിൽ ഇനി ആശയില്ല, ഇനി ആർത്തവം വരുന്ന ആശയില്ല, ഇതിൽ നിരാശരായി എന്ന് പറഞ്ഞാൽ അത് നിലച്ചു. അന്നഹാ 3 അശ്ഹൂർ 3 മാസമാണ് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഇദ്ദ. ഇവദൻ അനി 3 ഖുറൂഇ ഫി ഹഖ് മൻ തഹീദ് ഹൈദുള്ള സ്ത്രീകളുടെ ഇദ്ദ 3 ആർത്തവകാലമാണല്ലോ, അതിനു പകരമായിക്കൊണ്ട്. കമാ ദല്ലത് അലാ ദാലിക ആയത്തുൽ ബഖറ സൂറത്തുൽ ബഖറയിലാണ് നേരത്തെ പറഞ്ഞ കാര്യമുള്ളത്. അഥവാ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളുടെ ഇദ്ദ 3 ആർത്തവകാലമാകുന്നു. ആ ആയത്താണ് ആദ്യം അവതരിച്ചത്. അപ്പൊ അതിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ബഹുഭൂരിപക്ഷം സ്ത്രീകളെ കുറിച്ചാണ്. കാരണം ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവർ ആർത്തവമുള്ളവരായിരിക്കും പൊതുവെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന ഹാദാ ശൈഉൻ കതബഹു അല്ലാഹു അലാ ബനാതി ആദം അല്ലാഹു ആദം സന്തതികളുടെ പെൺമക്കൾക്ക് രേഖപ്പെടുത്തിയതാണ് ഹൈദ് ആർത്തവം എന്നത്. അല്ലാഹുവിനാണ് അതിന്റെ ഹിക്മത്ത് അറിയാം. വകദ ഇതുപോലെ ഈ ആർത്തവം നിലച്ചുപോയ സ്ത്രീകളുടേത് 3 മാസമാണ്, പ്രായം കൊണ്ട് നിലച്ചുപോയവരുടേതും. വകദ അതുപോലെ അസ്സിഗാർ ചെറിയ പെൺകുട്ടികൾ അല്ലായി ലം യബ്ലുഗ്ന സിന്നൽ ഹൈദി അന്ന ഇദ്ദതഹുന്ന കഇദ്ദത്തിൽ ആയിഷത്തി 3 അശ്ഹൂർ അവരുടേതും ഇദ്ദ എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. അതൊരിക്കലും ഇസ്ലാം എന്തെങ്കിലും കാടൻ നിയമം പ്രാകൃത നിയമം പഠിപ്പിച്ചതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് അറിയുക മനുഷ്യൻ എന്താണ് ഖൈർ, ആണിനും പെണ്ണിനും എന്താണ് നന്മ. അല്ലാഹുവിന്റെ ദീനിൽ ഒരു കാര്യം ഹലാലാണെങ്കിൽ നമ്മൾ അതിനെ പരിഹസിക്കാനോ അതിനെ വെറുക്കുവാനോ പാടില്ലാത്തതാണ്. അല്ലാഹുവിന്റെ ദീനിൽ അനുവദിക്കപ്പെട്ടതാണ്. അതിന്റെ ഒരാളോടും ദുൽമ് പാടില്ല, ഒരാളോടും ദിറാർ പാടില്ല, ദ്രോഹം പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. ലാ ദററ വലാ ദിറാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദററില്ല, ദ്രോഹം വരുത്തിവെക്കലില്ല, തനിക്കോ മറ്റുള്ളവർക്കോ വരുത്തിവെക്കുന്ന ഒരു പ്രവർത്തനവും ഇസ്ലാമിൽ പാടില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമമാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ദുർറ് വരുന്ന രൂപത്തിൽ, പ്രയാസം വരുന്ന രൂപത്തിൽ, അവൾ അനീതിക്ക് വിധേയയാകുന്ന രൂപത്തിൽ ഒരിക്കലും അവളെ വിവാഹം ചെയ്യിക്കാൻ പാടില്ല. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതല്ലാത്ത രൂപത്തിൽ മാത്രമേ പാടുള്ളൂ. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളെ വിവാഹം ചെയ്തു കൊടുത്തതുപോലെ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ
അവരുടെ പദവി ഈ ലോകത്തും പരലോകത്തും ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ലോകത്തും പരലോകത്തും എല്ലാ ഖൈറും എല്ലാ ശ്രേഷ്ഠതയും അവർക്ക് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നതുപോലെ ഖൈറാകുന്ന അവസരത്തിൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. പെൺകുട്ടികൾ ഹൈദ് വരാത്തവരാണെങ്കിലും അവരുടെ രക്ഷാകർത്താക്കൾ അവർക്ക് ഖൈറാണെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്നത്. എന്നാൽ ദ്രോഹം വരുത്തുന്ന യാതൊരു പ്രവർത്തനവും അവൾക്ക് നേരെ അവളുടെ ഭർത്താവോ അവളുടെ വലിയോ ഒരാളും തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അവളുമായുള്ള ശാരീരിക ബന്ധം അതിനുള്ള ശേഷി പെൺകുട്ടിക്കുണ്ടെങ്കിൽ മാത്രമേ അവളുമായി പാടുള്ളൂ എന്നത് ഇസ്ലാമിലെ നിയമമാണ്. അവളുമായിട്ടുള്ള ശാരീരിക ബന്ധം അവൾക്ക് സാധിക്കുമെങ്കിൽ, അവൾക്ക് ശാരീരികമായി ആരോഗ്യപരമായി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വല്ല വിഷമങ്ങളും ഉണ്ടാക്കുകയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭർത്താവിന് പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇങ്ങനെ ചെറിയ പെൺകുട്ടികളുടേതും അവർ തലാഖ് ചെല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. 3 ഹൈദല്ല, കാരണം അവർക്ക് ഹൈദില്ലല്ലോ. 3 മാസം അവർ കാത്തിരിക്കുക. ആ സമയത്ത് അവരുടെ ചെലവ് ഭർത്താവാണ് വഹിക്കേണ്ടത്. അയാളുടെ കീഴിൽ നിന്ന് അവൾ പൂർണ്ണമായി മോചിതയായിട്ടില്ല. ഇതാണ് ആയിഷയുടെ ഹുക്കും. അതുപോലെ സഗീറത്തായ പെൺകുട്ടിയുടേതും ഹുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി ഇർതബതും, നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ ഇതാണ് അവരുടെ വിധി എന്ന് പറഞ്ഞു. വഉലാത്തുൽ അഹ്മാൽ, ഗർഭിണികളായ സ്ത്രീകൾ, അജലുഹുന്ന, അവരുടെ അവധി, അൻ യദഅന ഹംലഹുൻ, അവർ ഗർഭം പ്രസവിക്കുന്നത് വരേക്കാകുന്നു. ഇത് തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളുടേത് മാത്രമല്ല, പിന്നെ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളുടേതും ഇങ്ങനെയാണ്. ഗർഭിണികളാണെങ്കിൽ സാധാരണ ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ അവളുടെ ഇദ്ദ എത്രയാണ്? 4 അശ്ഹുരി വ 10. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അവരുടെ ഇദ്ദ, അവർ കാത്തിരിക്കേണ്ടത് ഭർത്താവുമായി അവർ ഏത് വീട്ടിലാണോ താമസിച്ചത് അവിടെ കഴിയേണ്ടത് 4 അശ്ഹുരി വ 10, 4 മാസവും 10 ദിവസവുമാണ്. ഏതാണ് 4 മാസം? നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള 4 മാസമാണ് നോക്കേണ്ടത്, അല്ലാതെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ടുള്ളതല്ല. ഇപ്പൊ ദിവസങ്ങളുടെ എണ്ണം കൂടും, ഇത് ദിവസങ്ങളുടെ എണ്ണം കുറവാണ്. അതാണ് സ്ത്രീ ഭർത്താവ് മരിച്ചാൽ അവളുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. ഗർഭിണികളുടേത് ഒഴികെ ഈ 4 മാസവും 10 ദിവസവും അവൾ വേറെ വിവാഹം അവളെ ആരും ആലോചിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഭർത്താവുമായി ഏത് വീട്ടിലാണോ അവരുടെ കുടുംബജീവിതം നയിച്ചത് ആ വീട്ടിൽ അവർ കഴിയണം. പുറത്തിറങ്ങാൻ പാടില്ല. അവർക്ക് പുറത്തിറങ്ങുക എന്നത് പാടില്ലാത്തതാണ് 4 മാസവും 10 ദിവസവും. ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് സുഖമില്ലാതായി, അവർക്ക് കാണിക്കണം, ഡോക്ടറെ കാണണം എന്നതുപോലെ, ഇങ്ങോട്ട് വന്ന് ചികിത്സിക്കാൻ സൗകര്യമില്ല, അപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകാം എന്നതുപോലെ. അല്ലാതെ മരിച്ച വീട്ടിലോ ബന്ധുവീട്ടിലോ രോഗികളെ സന്ദർശിക്കാനോ വിവാഹത്തിനോ ഒന്നും തന്നെ ഈ ഭർത്താവ് മരിച്ച ഇരിക്കുന്ന സ്ത്രീകൾക്ക് പോകാൻ 4 മാസവും 10 ദിവസവും പോകാൻ പാടില്ലാത്തതാണ്. അതുപോലെ മൈലാഞ്ചി പോലെയുള്ള അലങ്കാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ അണിയാൻ പാടില്ല. അതുപോലെ വളരെ മുന്തിയ രൂപത്തിൽ ഉള്ള വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല. സാധാരണ രൂപത്തിലുള്ള വസ്ത്രം, ഒരു അലങ്കാരത്തിന്റെ വസ്ത്രം എന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിലുള്ള, വളരെ നിറങ്ങളും വർണ്ണങ്ങളും ഒക്കെ അടങ്ങിയ അങ്ങനെയുള്ള വെള്ള തന്നെ ധരിക്കണം എന്നല്ല, പക്ഷേ അലങ്കാരം എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുക, സാധാരണ വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ച സ്ത്രീകൾ പാലിക്കേണ്ട നിയമങ്ങൾ. അത് ഭർത്താവിനോടുള്ള ആദരവാണ്, ആ ഭർത്താവുമായുള്ള ബന്ധത്തിനോടുള്ള ആദരവാണ്. അത് പെണ്ണിനോടുള്ള ദുൽമല്ല. ഭർത്താവിനോടുള്ള സ്നേഹമുള്ള, സലീമായ ഫിത്രത്തുള്ള, നല്ല അള്ളാഹു നൽകിയ ശുദ്ധ പ്രകൃതിയുള്ള സ്ത്രീകൾക്ക് അതാവശ്യമാണ്. ആ സമയത്തേക്ക് അവർ പുതിയ വിവാഹം അവർക്ക് പാടില്ല എന്നത്. അള്ളാഹു അവർക്ക് എല്ലാ ഖൈറും ഉള്ളത് അള്ളാഹുവിന്റെ നിയമങ്ങളിലാണ്. എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീകളാണോ, ഗർഭിണികളായ സ്ത്രീകളാണോ, അവരുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരേക്കാണ്. ഇന്ന് ഭർത്താവ് മരിച്ചു, നാളെ പെണ്ണ് പ്രസവിച്ചു, ഇദ്ദ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നു, വഉലാത്തുൽ അഹ്മാൽ,
ഗർഭിണികളായ സ്ത്രീകൾ അജലുഹുന്ന അവരുടെ അവധി യദഅന ഹംലഹുൻ അവരുടെ ഗർഭം പ്രസവിക്കുന്നതുവരേക്കാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു യഖൂലു തആല വമൻ കാനത് ഹാമിലൻ ഫഇദ്ദതുഹാ ബിവദ്ഇഹി വലൗ കാന ബഅദ അത്തലാഖി ഔൽ മൗതി ബിഫുവാഖി നാഖത്തിൻ. ഒരു പെണ്ണ് ഗർഭിണിയാണെങ്കിൽ അവളുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരേക്കാണ്. വലൗ കാന ബഅദ അത്തലാഖി ഔൽ മൗതി ബിഫുവാഖി നാഖത്തിൻ ഗർഭിണിയുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരേക്കാണ്. തലാഖ് ചൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടും എത്ര സമയം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും, ഉദാഹരണത്തിന് ഒരു പെണ്ണിനെ ഗർഭിണിയായ ഒരു പെണ്ണിനെ ഭർത്താവ് തലാഖ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, എന്നിട്ട് അവൾ പ്രസവിച്ചു ഫുവാഖുനാഖ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിനെ കറക്കുക, ഒരു പിടി പിടിച്ച് കറന്ന് എന്നിട്ട് അടുത്തത് പിടിക്കുന്ന സമയം വളരെ ചുരുങ്ങിയ സമയമാണ്. അത്രയും നിസ്സാരമായ യസീറായ സമയത്തിനുള്ളിലാണ് പെണ്ണ് പ്രസവിച്ചതെങ്കിൽ കൂടി എന്ത് കഴിഞ്ഞു? ഇദ്ദ കഴിഞ്ഞു എന്നാണ് ഫി ഖൗലി ജുംഹൂരിൽ ഉലമാഇ മിനസ് സലഫി വൽ ഖലഫ്. മുൻഗാമികളും പിൻഗാമികളുമായ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഇതാണ്. അതിനാണ് തെളിവുള്ളതും കമാ ഹുവ നസ്സു ഹാദിഹിൽ ആയത്തിൽ കരീമ വകമാ വറദത് ബിഹി സുന്നത്തുൻ നബവിയ്യ അലാ സാഹിബിഹാ അസ്സലാത്തു വസ്സലാം. ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും തെളിവ് വന്നിട്ടുള്ളതുപോലെ. സുബൈഅ അൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ എന്ന മഹദിയായ ഒരു സഹാബി, അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു, അവർ ഗർഭിണിയായിരിക്കും. സുബൈഅ അൽ അസ്ലമിയ, അസ്ലം ഗോത്രക്കാരിയായ സുബൈഅ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു, അവർ ഗർഭിണിയായിരിക്കും. എന്നിട്ട് അവർ പ്രസവിച്ചപ്പോൾ അവർ കാണാൻ വരുന്ന ഖുത്താബ്, അവരെ വിവാഹം ആലോചിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ടി അവരവരുടെ അലങ്കാരങ്ങളൊക്കെ എടുത്തണിഞ്ഞു. അപ്പോൾ ഒരു സഹാബി അവരോട് പറഞ്ഞു, പാടില്ല, 4 മാസവും 10 ദിവസമായാൽ മാത്രമേ പാടുള്ളൂ. അപ്പൊ അവര് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് ചോദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഇദ്ദ പ്രസവത്തോടെ കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോ നോക്കൂ, സഹാബത്തിനിടയിൽ റളിയല്ലാഹു അൻഹും വളരെ സ്വാഭാവികമായ ഒരു പ്രയാസവുമില്ലാതെ നടന്നു വന്നതാണ് ഭർത്താവ് മരിച്ച സ്ത്രീകളെ വിവാഹം വേഗം അവർക്ക് നടത്തി കൊടുക്കുക എന്ന്. നമ്മുടെ ഉമ്മത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ അതിൽ ചില പാളിച്ചകൾ നമ്മൾ കാണുന്നു പലരിലും. അത് ഒരിക്കലും പാടില്ലാത്തതാണ്, മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഭർത്താവ് മരിച്ച സ്ത്രീകളെ അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ വേഗം അവർക്ക് നല്ല വിവാഹം ബന്ധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് അവരുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്, അവരുടെ ബാധ്യതയാണ്. ചിലപ്പോൾ അവർ പറഞ്ഞേക്കും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞേക്കും, പക്ഷേ അത് കുറെ കാലം പറയുകയില്ല. ചിലപ്പോൾ 1 വർഷം പറഞ്ഞേക്കും, 1 കൊല്ലം വരെ നമ്മൾ ചോദിച്ചാലും ചിലപ്പോൾ അത് പറഞ്ഞേക്കും. എന്നാൽ ഈ പറഞ്ഞതും വെച്ച് നമ്മൾ അവരുടെ ഓളോട് പണ്ട് കുറെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് 2, 3, 4, 5 ഒക്കെ കൊല്ലം കഴിഞ്ഞിട്ടും ആളുകൾ ഇങ്ങനെ നിൽക്കും, വേറെ വിവാഹം ആലോചിക്കുകയില്ല. അത് പാടില്ലാത്തതാണ്. കാലങ്ങൾ ഇങ്ങനെ കഴിയുന്നതിനെ മറക്കും, മനുഷ്യൻ മറക്കും. അവന് ആദ്യത്തെ സദമ, പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെയല്ല, പിന്നീട് കാലം കഴിയുന്നതിനെ പ്രയാസങ്ങൾ എളുപ്പമായി മാറും എന്നതുപോലെ അവർ മറക്കും. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞവരോട് അടുത്ത കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ചോദിക്കാം. അവർക്ക് നല്ല ബന്ധങ്ങൾ കൊണ്ടുകൊടുക്കുക. എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വിവാഹം നടത്തി കൊടുക്കുക എന്നത് അവരാരുടെ സംരക്ഷണത്തിന് കീഴിലാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്. പല നാട്ടിലും പലരായിരിക്കും, ചിലപ്പോൾ ആങ്ങളായിരിക്കും ഉണ്ടാകും, ചിലപ്പോൾ ഉപ്പുണ്ടാവും, ചിലപ്പോൾ കാരണന്മാരായിരിക്കും. ആരാണോ നോക്കുന്നത് അവരത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായേക്കാം. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹൽ ആഫിയ. പല കുടുംബങ്ങളിലും അങ്ങനെ പിന്നീട് ഉണ്ടായത് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പലരും വളരെ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. അവസാനം ചിലപ്പോൾ പെൺമക്കളൊക്കെ വലുതായി, അവരുടെയൊക്കെ വിവാഹപ്രായമായ കാലത്തായിരിക്കും ഈ ഉമ്മ ചില സ്ത്രീകളെ കെണിയിൽപ്പെടുത്തുന്ന, അവരെ ഇങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വൃത്തികെട്ട ചില ആളുകളുടെ കെണികളിൽ, അവരുടെ കള്ള പ്രേമബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്നു. കാരണം എന്താ? ഭർത്താവില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കും. അപ്പൊ പുരുഷന്റെ സാമീപ്യത്തിൽ അവർക്ക് ആവശ്യമായിരിക്കും അവരതുപോലുള്ള മോശമായ കെണികളിൽ വീണുപോയേക്കും. നഊദു ബില്ലാഹ്,
ഒരാളും അവന്റെ കുടുംബത്തിൽ അത് വരുന്നത് ആഗ്രഹിക്കുന്നില്ല എന്നതുപോലെ മറ്റുള്ളവരുടെ കുടുംബത്തിലും നമ്മളത് ആഗ്രഹിക്കരുത്. ഒരാളും അവനവന്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നതുപോലെ മറ്റുള്ളവരുടെ കുടുംബങ്ങളെ നമ്മൾ കാണുക. അപ്പൊ അങ്ങനെയുള്ള കെണികളിൽ വീണുപോയേക്കും. അപ്പോ കുടുംബക്കാരാകെ അടങ്ങാറാവും. എന്താ കാരണം? വലിയ മോളുണ്ടാവും വിവാഹപ്രായത്തിൽ, ഇപ്പൊ ഉമ്മാന്റെ വിവാഹം കഴിപ്പിച്ച അങ്ങനെ ഉണ്ടാവും എന്നത് യഥാർത്ഥത്തിൽ അതുപോലും തെറ്റല്ല. അത് തെറ്റല്ല. മോളെ വിവാഹം കഴിഞ്ഞിട്ടായാലും ഉമ്മാനെ വിവാഹം കഴിപ്പിച്ചാൽ എന്ത് തെറ്റാണുള്ളത്? ഇതിനൊരു തെറ്റില്ല. പക്ഷെ നാട്ടിൽ അങ്ങനെയാണ്. അപ്പൊ എന്താണ് പരിഹാരം? അതിനൊന്നും നിൽക്കാതെ വേഗത്തിൽ വളരെ വേഗം അവർക്ക് താല്പര്യമുള്ള സമയത്ത് വേറെ വിവാഹം ചെയ്തു കൊടുക്കുക. ഇനി മക്കൾ വിവാഹിതരായാലും ശരി, അല്ലെങ്കിലും ശരി, മക്കളൊക്കെ ആയാലും ശരി, ഭർത്താവില്ലാതെ ഒരു സ്ത്രീ കഴിയുക എന്നത്, ഭാര്യയില്ലാതെ ഒരു പുരുഷൻ കഴിയുക എന്നത് അത് മോശമായ അവസ്ഥയാണ്. അതിൽ പല ഷർറും വന്നേക്കാം. അതുകൊണ്ട് വളരെ വേഗം വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിക്കുകയോ എന്തായാലും ശരി, അതിന്റെ ആളുകളാണത്, ആളുകളെ സഹായിക്കണം. എല്ലാവരും സ്വന്തം കാര്യം ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല. അവരുടെ ലജ്ജ അത് പറയാൻ അവരെ തടസ്സപ്പെടുത്തിയേക്കാം. നാണം കൊണ്ട് എനിക്ക് വേറെ മാപ്പിള നോക്കും എന്നൊരു പെണ്ണ് ചിലപ്പോൾ പറയണമെന്നില്ല. ഒരു പുരുഷൻ ചിലപ്പോൾ പ്രായമായി ഭാര്യ മരിച്ചാൽ പറയണമെന്നില്ല. അപ്പൊ അയാളുടെ പ്രിയപ്പെട്ടവരും അയാളുടെ അടുപ്പക്കാരും ഒക്കെയാണ് അങ്ങനെയുള്ള ആളുകളെ സഹായിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യദഅന ഹംലഹും. ഈ ആയത്തിനെ കുറിച്ച് ചില സലഫുകൾ, ചില മുൻഗാമികൾ അവർ പറഞ്ഞു, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, നസലത് സൂറത്തുൻ നിസാഇൽ ഖുസ്റ ബഅദ തൂല. നസലത് സൂറത്തുൻ നിസാ അൽ ഖുസ്റ ബഅദ തൂല. വലിയ സൂറത്തുൻ നിസാഇന് ശേഷം ചെറിയ സൂറത്തുൻ നിസാ അവതരിച്ചു. ഏത് സൂറത്തിനെ കുറിച്ചാണ് അവർ ഉദ്ദേശിച്ചത്? സൂറത്തു തലാഖിനെ കുറിച്ചാണ്. കാരണം അപ്പോൾ ഇത് പിന്നീട് ഇറങ്ങിയ വിധി ആയതുകൊണ്ട് ഇതാണ് പരിഗണിക്കേണ്ടത്. വളരെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞു. പക്ഷെ വേറെ ചിലർ ഈ ഹദീസുകൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചിലർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ അവധി ഏതാണോ അതാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ പ്രസവവും 4 മാസവും 10 ദിവസവും ഏതാണോ വലുത് അത് പരിഗണിക്കണം എന്ന് ചിലർ പറഞ്ഞു. അത് ശരിയല്ല. പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ അത് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി. കാരണം ഈ ആയത്ത് ആണ് മറ്റുള്ള 4 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞ ആയത്തിന് ശേഷം, അതുപോലെ 3 ശുദ്ധികാലം എന്ന് പറഞ്ഞ ആയത്തിന് ശേഷം അവതരിച്ചതാണ് ഈ സൂറത്തിലെ ആയത്തുകൾ. وَمَن يَتَّقِ اللَّهَ يَجْعَلْ لَهُ مِنْ أَمْرِهِ يُسْرًا. അല്ലാഹുവിനെ സൂക്ഷിച്ചവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അയ്യുസഹിലു ലഹു അംറഹു വയുയസ്സിറുഹു അലൈഹി വയജഅലു ലഹു ഫറജൻ ഖരീബൻ വമഖ്റജൻ ആജില. അല്ലാഹുവിനെ സൂക്ഷിച്ചവന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അവന് പോംവഴി അല്ലാഹു കാട്ടിക്കൊടുക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക അംറുല്ലാഹ് അൻസലഹു ഇലൈക്കും. ഇതാണ് അല്ലാഹുവിന്റെ അംർ. അവൻ നിങ്ങൾക്ക് ഇത് ഇറക്കി തന്നിരിക്കുന്നു. അഥവാ അല്ലാഹുവിന്റെ വിധിയാണിത്. ഐ ഹുക്മുഹു വശർഉഹു അൻസലഹു ഇലൈക്കും ബിവാസിതത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പഠിപ്പിച്ച അവന്റെ വിധിയും അവന്റെ നിയമവുമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്ദർഭത്തിലും, വിവാഹമാകട്ടെ, തലാഖാകട്ടെ, എന്താകട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ എന്താണ് അവൻ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്നു. അത് തീരുമാനിക്കാൻ അല്ലാഹു മനുഷ്യരെ ഏൽപ്പിച്ചില്ല. അല്ലാഹു ഏതെങ്കിലും നേതാക്കന്മാരെ ഏൽപ്പിച്ചില്ല. ഏതെങ്കിലും പാർട്ടികളെയോ ഏതെങ്കിലും ആചാര്യന്മാരെയോ ഏൽപ്പിച്ചില്ല. അവർ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. അവരെ റബ്ബ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഓരോരുത്തർ മനുഷ്യർ, നമ്മളെ പോലെയുള്ള മനുഷ്യരാണ്. നമ്മുടെ വിവാഹം എങ്ങനെ, നമ്മുടെ തലാഖ് എങ്ങനെ, നമ്മുടെ ജീവിതം എങ്ങനെ എന്നൊക്കെ നമ്മുടെ ഇടപാടെങ്ങനെ, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ എന്നൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യരായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ഇല്ല, അള്ളാഹു തീരുമാനിക്കുകയും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അൻസലഹു ഇലൈക്കും. അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നത്, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു ഇറക്കിയ നിയമമാകുന്നു ഇത്. നിങ്ങളുടെ നിക്കാഹാകട്ടെ, തലാഖാകട്ടെ, എന്താകട്ടെ, അള്ളാഹുവിന്റെ നിയമം, അവൻ ഇറക്കിയ നിയമം. പിന്നെ എങ്ങനെയാണ്
താഴെയുള്ള നിലവാരമില്ലാത്ത ഭൂമിയിലുള്ള മനുഷ്യരുടെ നിയമങ്ങൾ നമ്മൾ എടുക്കുക. നമുക്ക് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് റബ്ബ് ഇറക്കി തന്ന ആയത്തുകളുള്ളപ്പോൾ ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. നോക്ക് തഖ്വയുടെ എന്തെന്ത് ഫലങ്ങളാണ് അല്ലാഹു ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു ومن يتق الله يجعل له من أمره يسرا. അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. എന്തൊക്കെയാണ് തഖ്വയുടെ ഫലങ്ങൾ? അല്ലാഹു എവിടെയും കുടുക്കി കളയുകയില്ല, പോംവഴി കാണിച്ചു തരും, റിസ്ഖ് നൽകും. അല്ലാഹു തവക്കുലാക്കിയവൻ അല്ലാഹു മതി. അല്ലാഹു തീരുമാനിച്ച കാര്യം അവൻ നേടിയെടുക്കുന്നവനാണ്. ഓരോന്നിനും അല്ലാഹു സമയവും തോതും നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിച്ചവൻ അല്ലാഹു കാര്യം എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹുവിനെ സൂക്ഷിച്ചവന്റെ സയ്യിആത്ത് അല്ലാഹു പുറത്തു കൊടുക്കും. റബ്ബിനെ സൂക്ഷിക്കുന്നവനാണ്. എന്നിട്ടും മനുഷ്യൻ എന്ന രൂപത്തിൽ അവന് പറ്റിപ്പോകുന്ന പാപങ്ങൾ അല്ലാഹു കഫറ, അവൻ മായ്ച്ചു കളയും. യുകഫിർ അൻഹു സയ്യിആതിഹി. തക്ഫീർ ചെയ്താൽ അല്ലാഹു അത് മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അതിന്റെ അസർ ഈ ലോകത്തും പരലോകത്തും ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിലോ അതിന്റെ അസർ, അതിന്റെ ഫലം ഈ ലോകത്തുണ്ടാവും, പരലോകത്തുണ്ടാവും. ഈ ലോകത്ത് പാപങ്ങൾക്ക് ഫലങ്ങളുണ്ട്, അനന്തര ഫലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ വല്ലാതെ പേടിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. പാപങ്ങളുടെ ഫലങ്ങൾ, ഈ ലോകത്തുള്ള ഫലങ്ങൾ അറിഞ്ഞാൽ തന്നെ മതി ബുദ്ധിയുള്ളവന് അത് ഒഴിവാക്കാൻ. ഈ ലോകത്ത് അതിന് ഫലങ്ങളുണ്ട്, അതിന്റെ ആസാർ, അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും, സംശയമില്ല. അള്ളാഹുമായുള്ള വഹ്ശത്തിലായി പോകും നമ്മൾ. റബ്ബുമായി ബന്ധമില്ലാത്തവൻ, റബ്ബിൽ നിന്ന് നമ്മുടെ ഖൽബിനും റബ്ബിനും ഇടയിൽ മറയിട്ട് കളയും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ കൊണ്ട്. അതിനേക്കാളും വലിയ ദൗർഭാഗ്യം മറ്റൊന്നുമില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അവനെ കാണാനുള്ള മോഹം കൊണ്ട്, റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം കൊണ്ട് നീ നിന്റെ തെറ്റുകൾ ഉപേക്ഷിക്കുക. അത്ര വലിയ നിലവാരത്തിൽ നിനക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നീ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച മഹത്തായ കൺകുളിർമയേകുന്ന സുന്ദരമായ സുഖങ്ങളുണ്ട്, അതിനുവേണ്ടി തെറ്റുകൾ ഉപേക്ഷിക്കും. അത്രത്തോളം നിനക്ക് നിന്റെ നിലവാരം എത്തുന്നില്ലെങ്കിൽ നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച ശിക്ഷകൾ, അപമാനം, അവിടെയുള്ള കഠിനകഠോരമായ ശിക്ഷകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ തെറ്റുകൾ ഉപേക്ഷിക്കും. അതിനും നിനക്ക് സാധിക്കുന്നില്ലേ, നീ മനസ്സിലാക്കിക്കോളൂ, അള്ളാഹ് നിന്നെ ജഹീമിന് വേണ്ടി പഠിച്ചതാണ്, നരകത്തിന് വേണ്ടി പഠിച്ചതാണ്, നഈമിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി പഠിച്ചതാണ്. നഊദു ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് റൗദത്തുൽ മുഹിബ്ബീൻ വനുസ്ഹത്തുൽ മുഷ്താഖീൻ എന്ന കിതാബിൽ പറഞ്ഞ വളരെ സുന്ദരമായ ഒരു വാക്കാണ്. കൽബുള്ളവന്റെ കൽബ് തട്ടിയുണർത്തുന്ന വാക്കാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം കൊണ്ട് നീ തെറ്റുകൾ ഉപേക്ഷിക്കും. അത്രയും നിന്റെ മനസ്സ്, നിന്റെ കൽബ് നിലവാരത്തിലെത്തിയിട്ടില്ലേ? സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിടെ വെച്ച് ഒരുക്കി വെച്ച സുഖങ്ങൾ ഓർത്ത് നീ തെറ്റുകൾ ഉപേക്ഷിക്കും. അതിനും നിന്റെ മനസ്സ് നിലവാരത്തിലെത്തിയില്ലേ എന്ന് പറഞ്ഞാൽ നല്ല നിലവാരമുള്ളവനാണ് ചെറിയ വിലക്ക് വിൽക്കാതെ, നിസാരമായത് വാങ്ങാതെ മുന്തിയത് വാങ്ങാൻ. നിസാരമായത് വാങ്ങാൻ അവസരം ഉണ്ടാവും, അപ്പൊ അത് ചെയ്യുകയില്ല, അതവിടെ പിടിച്ചു വെക്കും, ക്ഷമിക്കും. എന്നിട്ട് അതാ വലിയ ലാഭം വരാനുണ്ട്, അത് നോക്കും. അത് ബുദ്ധിയുള്ളവനാണ് ചെയ്യുക. അപ്പൊ അത് ചെയ്യാൻ നീ ശ്രമിക്കുക. അതിനും സാധിക്കുന്നില്ലേ അള്ളാഹു ഒരുക്കി വെച്ച നരകശിക്ഷ, അത് പേടിച്ചു തെറ്റി. ഇതിനും സാധിക്കുന്നില്ലെങ്കിൽ ജഹീമിന് വേണ്ടിയാണ് പടക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. നഊദു ബില്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതെല്ലാം നമ്മെ അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. ഏതുകൊണ്ടാണ് നമുക്ക് തഖ്വ കിട്ടുക? അതിൽ നമ്മൾ മുഴുകുക. അള്ളാഹുവിന്റെ ഖുർആൻ ധാരാളമായി ഓതുക. അള്ളാഹുവിന്റെ കിതാബ് നോക്ക്, സ്വർഗത്തെക്കുറിച്ചുണ്ട്, നരകത്തെക്കുറിച്ചുണ്ട്. അള്ളാഹു ദുനിയാവിൽ പാപികൾക്ക് നൽകിയ ശിക്ഷകളുണ്ട്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നല്ല ആളുകൾക്ക് നൽകിയ സുഖങ്ങളും സൗകര്യങ്ങളും വിജയവുമുണ്ട്. ഇങ്ങനെ നന്നാവാനുള്ളവന് എങ്ങനെ നന്നാവാനും വിവിധങ്ങളായ ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മഥാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله.
അള്ളാഹു പറഞ്ഞതുപോലെ കിതാബം മുതശാബിഹം മഥാനി, ഒരുപോലെയുള്ള ആയത്തുകൾ, ആവർത്തിച്ച് വരുന്ന ആയത്തുകൾ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയുന്ന, മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞാൽ കാഫിറുകളെ കുറിച്ച് പറയുന്ന, നല്ലവരെ കുറിച്ച് പറഞ്ഞാൽ മോശമായവരെ കുറിച്ച് പറയുന്ന ഉദാഹരണങ്ങൾ വിവരിക്കുന്ന ഖുർആൻ. അത് കേട്ടാൽ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ അത് വിറക്കും, അതിൽ ചലനമുണ്ടാകും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, പിന്നെ അവരുടെ തൊലികൾ എന്ന് പറഞ്ഞ അവയവങ്ങൾ മുഴുവൻ അതിൽപ്പെട്ടു. ഇവിടെയാണ് തൊലിയില്ലാത്തത്. പിന്നെ അവരുടെ ശരീരവും അവരുടെ തൊലിയും അവരുടെ കൽബുകളും എല്ലാം റബ്ബിന്റെ ദിക്റിലേക്ക് അത് അലിഞ്ഞ് താഴ്മയോടെ ചെല്ലുന്നതാണ്. ഇങ്ങനെയുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആൻ. എന്നതുപോലെ നമ്മെ നന്നാക്കുന്ന എന്താണ് അത് സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളുമാണെങ്കിൽ അത് കൂടുതലായി പഠിക്കുക. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളാണ് ഒരുവന് കൂടുതൽ റബ്ബിലേക്ക് ദീനിലേക്ക് അടുപ്പിക്കുന്നതെങ്കിൽ അതവൻ കൂടുതലായി കേൾക്കുക. എന്നതുപോലെ റബ്ബിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിക്കുക. സാലിഹുകളായ നല്ല ആളുകൾ, റബ്ബിനോട് അടുപ്പമുള്ള ആളുകൾ, തെറ്റുകളിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിച്ചു തരാത്ത, പുതിയ പുതിയ ഹറാമുകൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരാത്ത നല്ലവരായ ആളുകളെ കൂട്ടുക, അവരുടെ കൂടെ കൂടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസ്, മസലുൽ ജലീസി സ്സാലിഹി വൽ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരന്റെയും മോശം കൂട്ടുകാരന്റെയും ഉദാഹരണം അതാ മിസ്ക്, അത് ചുമന്ന് നടക്കുന്ന, കസ്തൂരി വഹിച്ച് നടക്കുന്ന ഒരാളുടെയും ഒരു ഇരുമ്പിൽ ഊതുന്ന കൊല്ലപ്പണി എടുക്കുന്ന ഒരാളുടെയും പോലെയാണ്. കസ്തൂരി വിറ്റ് നടക്കുന്ന ഒരാളുടെ അടുത്ത് നീ ചെന്നാൽ, സുഗന്ധം വിൽക്കുന്ന ഒരാളുടെ കൂടെ നീ കൂടിയാൽ ചിലപ്പോൾ വെറുതെ അന്നേക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഒന്ന് പുരട്ടിത്തരും. ഇനിയൊന്നുമില്ലെങ്കിൽ അതിന്റെ ഒരു സുഗന്ധമെങ്കിലും അവിടെ നിന്നാൽ കിട്ടുമല്ലോ. എന്നാൽ മറ്റേ ആളുടെ അടുത്തേക്ക് ചെന്നാൽ തീയും പുകയും കൊണ്ട് നിന്റെ വസ്ത്രം കരിഞ്ഞേക്കും, നിന്റെ ശരീരം പൊള്ളിയേക്കും. ഒന്നുമില്ലെങ്കിലും മോശമായ ഗന്ധമെങ്കിലും ദുർഗന്ധമെങ്കിലും അനുഭവിക്കേണ്ടി വരും. അൽമർഉ അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുകും മൻ യുഖാലിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലാണ്, ഉറ്റ കൂട്ടുകാരന്റെ ദീനിലാണ്. ഫലിയൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കുക ആരോടാണ് അവൻ കൂട്ടുകൂടുന്നത്. സ്വാധീനിക്കപ്പെടും എന്നതിൽ സംശയമില്ല, സ്വാധീനിക്കപ്പെടും എന്നതിൽ സംശയമില്ല കൂട്ടുകൂടുന്നവരുമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹുകളായ ജുലസായിനെ, നല്ല കൂട്ടുകാരെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും നൽകുമാറാകട്ടെ. കാരണം അവർ ഖൈറിലേക്ക് നമ്മെ എത്തിക്കുന്നവരാണ്. നല്ല ദീനുള്ള ഇഖ്ലാസുള്ള റബ്ബിനെ ഭയപ്പെടുന്ന നസീഹത്തുള്ള കൂട്ടുകാർ, അവർ മുതൽക്കൂട്ടാണ് ഈ ലോകത്തും പരലോകത്തും. ലാഭമാണ് അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നസലുല്ലാഹൽ ആഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്കിനൂഹുന്ന മിൻ ഹൈതു സകൻതും മിൻ വുജ്ദികും വലാ തുദാറൂഹുന്ന ലിതുദയ്യിഖൂ അലൈഹിൻ വഇൻ കുന്ന ഉലാതി ഹംലിൻ ഫഅൻഫിഖൂ അലൈഹിന്ന ഹത്താ യദഅന ഹംലഹുൻ فإن أرضعن لكم فآتوهن أجورهن وأتمروا بينكم بمعروف وإن تعاسرتم فسترضع له أخرى لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا أسكنوهن. അള്ളാഹു പറയുന്നു, നിങ്ങൾ അവരെ താമസിപ്പിക്കുക, അഥവാ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളെ താമസിപ്പിക്കുക. മിൻ ഹൈസു സകൻതും, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, മിൻ വുജ്ദികും, നിങ്ങളുടെ കഴിവിൽപ്പെട്ട. വജദ എന്നാൽ ഒരാൾക്ക് കിട്ടി, വുജ്ദ് എന്നാൽ ഇതൊക്കെ കിട്ടുന്ന കാര്യം, അവരുടെ കഴിവിൽപ്പെട്ട കാര്യം. ഏതുപോലെ വസഅ ഉസ്അ എന്ന് പറയും. എന്നതുപോലെ നിങ്ങളുടെ ഊജിതിൽപ്പെട്ട, നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിങ്ങൾ അവരെ താമസിപ്പിക്കുക. വലാ തുദാറൂഹുന്ന, നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ലിതുദയ്യിഖൂ അലൈഹിൻ, എന്തിന്? ലിതുദയ്യിഖൂ അലൈഹിൻ, അവരെ ഇടുക്കി കളയാൻ. എന്തിനാണ് ഇങ്ങനെ ഇടുക്കി കളയുന്നത്? അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? തലാഖല്ലാതെ ബുദ്ധിമുട്ടിക്കുക. എന്തിന്? അവസാനം അവള് തന്നെ നിങ്ങളൊന്ന് തലാഖ് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഇവൻ ഖുൽഉ പറയാം,
അപ്പൊ ഖുല ആക്കാം. ഖുല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാങ്ങാം, മഹർ തിരിച്ചു വാങ്ങാൻ വേണ്ടി. അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ഇനി ചെലവ് കൊടുക്കേണ്ടതില്ല എന്ന് പറയും. അങ്ങനെ ഒരാളെ കുട്ടിക്ക് സമ്മർദ്ദത്തിലാക്കി, അതാണ് സമ്മർദ്ദത്തിലാക്കുക എന്നത് നല്ലൊരു പരിഭാഷയാണ്. തുദയ്യിഖു അലൈഹിൻ, അവരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അവരെ പ്രയാസപ്പെടുത്തരുത്. എല്ലാത്തിലും റബ്ബിനെ സൂക്ഷിക്കുക, റബ്ബ് കാണുന്നുണ്ട്, അള്ളാഹുവാണ് അവരുടെ വലി. ആ സ്ത്രീകളുടെ യഥാർത്ഥ വലി, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത അവരോട് ഏറ്റവും അടുത്തവൻ റബ്ബാണ് സുബ്ഹാനഹു വ തആല. അല്ലാഹു പറയുന്നു അസ്കിനുഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറുഹുന്ന ലിതുദയ്യിഖു അലൈഹിൻ. ഇബ്നു കസീർ അദ്ദേഹം പറയുന്നു യഖൂലു തആല, അല്ലാഹു പറയുന്നു ആമിറൻ ഇബാദഹു, അവന്റെ അടിമകളോട് കൽപ്പിച്ചുകൊണ്ട് ഇദാ തല്ലഖ അഹദുഹുൽ മർഅ അയുസ്കിനഹാ ഫീ മൻസിലിൻ ഹത്താ തൻഖദി ഇദ്ദതുഹാ. തലാഖ് ചൊല്ലിയ പുരുഷനോട് അല്ലാഹു കൽപ്പിക്കുന്നു അയുസ്കിനഹ, ആ സ്ത്രീയെ താമസിപ്പിക്കാൻ, ഫീ മൻസിലിൻ, ഒരു വീട്ടിൽ, ഹത്താ തൻഖദി ഇദ്ദതഹ, അവളുടെ ഇദ്ദ കഴിയുന്നത് വരെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് അവളെ താമസിപ്പിക്കുക. അസ്കിനുഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറുഹുന്ന, അവർ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, ലിതുദയ്യിഖു അലൈഹിൻ. എന്താണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്? യുബാജിറുഹാ ലിതഫ്തദി മിൻഹു ബിമാലിഹാ ഔ തഖ്റുജ് മിൻ മസ്കനിഹ. ഒന്നുകിൽ ഇവൾ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ മഹർ അല്ലെങ്കിൽ അവളുടെ സ്വത്ത് വല്ലതും കൈക്കലാക്കാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കുക, അല്ലെങ്കിൽ ഇവൻ ചെലവിന് വേണ്ടില്ല, നിങ്ങളുടെ ചെലവിന് ഞാൻ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ വേണ്ടി പ്രയാസപ്പെടുത്തുക. ഇതൊന്നും ഒരിക്കലും പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇതാരെ കുറിച്ചാണ് പറയുന്നത്? തലാഖ് ചൊല്ലപ്പെട്ട മുത്തല്ലഖത്തായ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. അയാളുടെ കീഴിൽ നിന്ന് ഭാഗികമായെങ്കിലും അവൾ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വന്തം കീഴിലുള്ള തലാഖ് ചൊല്ലാത്ത സ്ത്രീകൾ, അവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? മാന്യന്മാരല്ലാതെ അവരോട് മാന്യത കാണിക്കുകയില്ല. വളരെ മോശക്കാരായ ആളുകളല്ലാതെ സ്ത്രീകളോട് മോശക്കാരായി പെരുമാറുകയില്ല. കാരണം എന്താ? ഒരു ഉമ്മത്തിന്റെ ഏതൊരു കൂട്ടരുടെയും അവരുടെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് അവർ ഇജ്ജത്തിലായിരിക്കണം, അവർ ഉയർച്ചയിലായിരിക്കണം, തളർച്ചയിലായിരിക്കുകയല്ല. ഒരു കൂട്ടർ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നപ്പോഴാണ് അവർ വിജയികളായാൽ, അവരുടെ കീഴിൽ ആളുകളുണ്ടായാൽ. അങ്ങനെ ഈ മാനദണ്ഡം വെച്ച് നിങ്ങൾ എടുത്തു നോക്കൂ. ലോക ചരിത്രത്തിൽ മുസ്ലിമീങ്ങളെ പോലെ മാന്യതയുള്ള ഒരു ഖൗമുമില്ല, ഒരു ഉമ്മത്തുമില്ല. കാരണം മുസ്ലിമീങ്ങൾക്ക് എവിടെ വിജയം കിട്ടിയിട്ടുണ്ടോ, മുസ്ലിം ഉമ്മത്ത് അവർ ആർക്ക് മുകളിൽ വിജയം നേടിയിട്ടുണ്ട്? അവരോട് റഹ്മത്താണ് കാണിച്ചിട്ടുള്ളത്, അവരോട് കാരുണ്യം, അവരോട് നീതിയുമാണ് കാണിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രം, മുസ്ലിമീങ്ങളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും, ഈ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് പോലും നീതി ഉണ്ടോ, നല്ല കണ്ണോടെയാണോ നോക്കുന്നത്, അവർക്കത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പഠിച്ചിട്ടുള്ള സുന്നത്താണ്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചപ്പോൾ കാണിച്ചിട്ടുള്ള മാന്യതയാണ്. അവർ പറഞ്ഞു താങ്കൾ കരീമാണ്, താങ്കൾ മാന്യതയുള്ള ആളാണ് എന്നവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുസ്ലിമീങ്ങൾ പഠിച്ചതാണ്. എന്നതുപോലെ ഒരു പുരുഷൻ, അയാളുടെ കീഴിലാണ് അയാളുടെ ഭാര്യ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഖിയാറുക്കും ലിനിസാഇഹിം ഖുലുഖാ ഖിയാറുക്കും ലിനിസാഇഹിം ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ആരാണ്? അവനവന്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ് എന്ന് പറഞ്ഞ കാലം അങ്ങ് നീങ്ങുമ്പോൾ ആദ്യത്തെ ഇതൊക്കെ വിവാഹബന്ധത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന സ്നേഹവും ഇതൊക്കെ പൊതുവെ നീങ്ങിപ്പോകാൻ സാധ്യതയുള്ള കാലം വന്നാൽ, കാലങ്ങൾ അങ്ങ് നീങ്ങിപ്പോയാൽ ഉള്ള കാര്യമാണ്. അല്ലാതെ ഒരാള് കല്യാണത്തിനും വിചാരിക്കുക ഞാൻ എന്റെ പെണ്ണുങ്ങളോട് വളരെ നന്നായിട്ട് മാത്രമേ പെരുമാറുള്ളൂ എന്ന സൽസ്വഭാവം ഉണ്ടല്ലോ എന്നതല്ല. അത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയാണ്. പുറത്തുള്ള പെണ്ണുങ്ങളോട് കാണിക്കുന്ന മാന്യതയും അതുപോലെ വളരെ മാന്യത ഇങ്ങനെ തുളുമ്പുന്നുണ്ടാവും. അതുപോലത്തെ സംസാരമൊക്കെ അവനവന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കുടുംബജീവിതം പലർക്കും ഉണ്ടാകുമായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن أولات حمل. ഇനി അള്ളാഹു പറയുന്നു وإن كن أولات حمل, അവർ ഗർഭിണികളാണെങ്കിൽ فأنفقوا عليهن حتى يضعن حملهن,
വഇൻ കുന്ന ഊലാത്തി ഹംലിൻ, അവർ ഗർഭിണികളാണെങ്കിൽ ഫഅൻഫിഖൂ അലൈഹിൻ, നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുക. ഹത്താ യദഅന ഹംലഹുൻ, അവർ പ്രസവിക്കുന്നതുവരേക്കും, എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ നമുക്കറിയാം, ഇദ്ദ കഴിയാത്തിടത്തോളം അവളുടെ ചെലവ് അവന്റെ ബാധ്യതയിൽ തന്നെയാണ്, സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രത്യേകം പറഞ്ഞു. കാരണം എന്താ? മൂന്നാമത്തെ ബായിനായ തലാഖ് മൂന്നാമത്തെ തലാഖാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ കൂടി ഇനി ഒരിക്കലും അയാൾക്ക് ഇവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഗർഭിണിയാണോ ചെലവിന് കൊടുക്കണം, ചെലവ് ഇയാൾക്ക് ബാധ്യതയുണ്ട്. ഗർഭിണി അല്ലെങ്കിലോ മൂന്നാമത്തെ തലാഖ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെലവും താമസമോ ചെലവോ ഒന്നും ഭർത്താവിന്റെ ബാധ്യതയല്ല. എന്നാൽ ഗർഭിണിയാണോ ഹത്താ യദഅന ഹംലഹുൻ, പ്രസവിക്കുന്നതുവരെ അവൾക്ക് ചെലവിന് കൊടുക്കണം. പ്രസവിച്ചു കഴിഞ്ഞാലോ അതാണ് അല്ലാഹുവിന് പറയുന്നത്, ഫൈൻ അർദഅന, ഇനി അവർ മുലയൂട്ടുകയാണെങ്കിൽ, ലക്കും, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെലവാണ് കുട്ടിയെ മുലയൂട്ടുക എന്നുള്ളത്, നിങ്ങളുടെ ചെലവിൽ നടക്കേണ്ട കാര്യമാണ്. ഫആതൂഹുന്ന, എങ്കിൽ നിങ്ങൾ അവർക്ക് നൽകണം. ഉജൂറഹുന്ന, അവരുടെ പ്രതിഫലം നൽകണം. എന്താണ്? സ്വന്തം കുട്ടിയാണെങ്കിലും ശരി ഒരു ഉമ്മ, എനിക്ക് കഴിയില്ല ഈ കുട്ടിയെ മുലയൂട്ടാൻ, എനിക്ക് സാധിക്കുകയില്ല, നമുക്ക് പുറത്തുള്ള ഒരാളെ ഇതിന് കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ അവളുടെ ഭർത്താവ്, ഈ കുട്ടിയുടെ ഉപ്പ അതിനുള്ള ചെലവ് കാണേണ്ടതാണ്. ഇത് സ്ത്രീയുടെ ഹക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ പറയുന്നു, ഫൈൻ അർദഅന ലക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി മുലയൂട്ടിയാൽ, വഇദാ വദഅന ഹംലഹുന്ന വഹുന്ന തവാലിം, തലാഖ് ചൊല്ലപ്പെട്ട ശേഷം അവർ പ്രസവിക്കുകയും, ഫഖദ് ബന്ന ബിൻഖിദാഇ ഇദ്ദതിഹിൻ, അങ്ങനെ ഇദ്ദ കഴിയുകയും ചെയ്തു. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദ കഴിഞ്ഞല്ലോ. എങ്കിൽ കൂടി നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതുണ്ട്. അവർ മുലയൂട്ടുന്നതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം കുട്ടിയുടെ ഭക്ഷണം ഇയാളുടെ ബാധ്യതയാണ്. കുട്ടിയുടെ ഭക്ഷണം പിതാവിന്റെ ബാധ്യതയാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ഭക്ഷണം ഭർത്താവിന്റെ ബാധ്യതയാണ്, ഉപ്പയുടെ ബാധ്യതയാണ്. അപ്പൊ മുല കുടിക്കുന്ന പ്രായത്തിൽ കുട്ടിയുടെ ഭക്ഷണം എന്താണ്? അതാണ് പാല് കുടിക്കൽ മാത്രമാണ് ആ കുട്ടിയുടെ ഭക്ഷണം. അപ്പൊ അതിന്റെ ചെലവ് ഇയാൾ കൊടുക്കേണ്ടതുണ്ട്, ആ സ്ത്രീക്ക് കൊടുക്കേണ്ടതുണ്ട്. വഅ്തമിറൂ ബൈനകും ബിമഅറൂഫ്, വഅ്തമിറൂ ബൈനകും, നിങ്ങൾ പരസ്പരം കൂടി ആലോചിക്കുക, ബിമഅറൂഫ്, നന്മയോടെ. വൽതകുൻ ഉമൂറുകും ഫീമാ ബൈനകും ബിൽമഅറൂഫ്, നിങ്ങളുടെ കാര്യം പരസ്പരം തീരുമാനിച്ചിട്ടായിരിക്കട്ടെ. മിൻ ഗൈരി ഇദ്റാരിൻ വലാ മുദാറ, ദ്രോഹിക്കാതെ, ദ്രോഹം മറ്റാൾക്കും വരുത്തി വെക്കാത്ത രൂപത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ, ലാ തുദാറ വാലിദതും ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദിഹി. ലാ തുദാർ, ദ്രോഹിക്കപ്പെടാൻ, പ്രയാസപ്പെടുത്തപ്പെടാൻ പാടില്ല, വാലിദത്തുൻ, ഒരു ഉമ്മയും, ബിവലദിഹ, അതിന്റെ കുട്ടിയെ കൊണ്ട്, പറഞ്ഞാൽ അവൾക്ക് ചെലവിന് കിട്ടേണ്ടതുണ്ട്. വലാ മൗലൂദുൻ ലഹു ബിവലദിഹി, ഒരു ഉപ്പയും തന്റെ കുട്ടിയെ കൊണ്ട്. നിങ്ങളെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ അയാളോട് അയാൾക്ക് താങ്ങാനാവാത്ത ചെലവുകൾ ആവശ്യപ്പെടുക, ഇതും പാടില്ലാത്തതാണ്. അല്ലാഹു പറയുന്നു, ഇൻ തആസർതും, ഇനി നിങ്ങൾ പ്രയാസപ്പെടുകയാണെങ്കിൽ, ഫസതുർദിഉ ലഹു ഉഖ്റാ. ഇൻ തആസർതും, നിങ്ങൾ പരസ്പരം യോജിക്കുന്നില്ല. അവൾ പറയുന്നു, ഞാൻ കുട്ടിയെ മുലയൂട്ടുന്നതിന് എനിക്ക് ഇത്ര വേണം, അയാൾ പറയുന്നു അത്ര തരാൻ പറ്റൂല, തർക്കമായി കുട്ടിയുടെ ഉമ്മയും കുട്ടിയുടെ ഉപ്പയും തമ്മിൽ. അങ്ങനെ പ്രയാസപ്പെട്ടോ, ഫസതുർദിഉ ലഹു ഉഖ്റാ, മറ്റൊരു മുല കൊടുക്കട്ടെ, വേറെ ഒരു പെണ്ണ്. അപ്പോ അവൾ പറയുന്ന മാന്യമായ കൂലി ഇയാൾ കൊടുക്കുക. വൈൻ തആസർതും ഐ വൈൻ ഇഖ്തലഫ അർറജുലു വൽ മർഅ, ഇബ്നു കസീർ പറയുന്നു, ഈ പുരുഷനും സ്ത്രീയും ഈ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും തമ്മിൽ തർക്കമായി. തലാഖ് കൊല്ലപ്പെട്ട സ്ത്രീകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഫതലബത്തിൽ മർഅതു ഉജ്റത റദാഇ കസീറ, പെണ്ണ് മുലയൂട്ടുന്നതിന് വലിയ കൂലി ആവശ്യപ്പെട്ടു. വലം യുജിബ്ഹ അർറജുലു ഇലാ ദാലിക്, എന്നാൽ കുട്ടിയുടെ ഉപ്പ അതിന് സമ്മതിച്ചില്ല. ഔ ബദല അർറജുലു ഖലീലൻ വലം തുവാഫിഖുഹു അലൈഹി, അല്ലെങ്കിൽ ഇയാൾ കൊടുത്തു കൂലി, പക്ഷെ അവൾ പറഞ്ഞു പോരാ, ഇത് കൂടുതൽ വേണം. വൽ യസ്തർദിഅ ലഹു ഗൈറഹ, എങ്കിൽ മറ്റൊരു സ്ത്രീയെ നോക്കട്ടെ, എന്നാ പിന്നെ തർക്കമില്ലല്ലോ. നോക്കി എത്ര നമുക്ക് ചിലപ്പോൾ നിസാരമാണെന്ന് തോന്നിപ്പോകുന്ന കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല
റഹ്മാനായ റഹീമായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഖൈറായി നിലനിൽക്കാൻ എത്ര ഇഷ്ടമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്ക് ഖൈർ വരണം എന്നുദ്ദേശിച്ചിട്ടുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഫലൗ റദിയത്തിൽ ഉമ്മു ബിമാ സ്തഉജിറത് അലൈഹി അൽ അജ്നബിയ്യ ഫഹിയ അഹഖു ബിവലദിഹാ. ഇനി ഉമ്മ പറയുകയാണ്, ഈ പുറത്തുള്ള സ്ത്രീ ആവശ്യപ്പെട്ട കൂലിയുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കേണ്ടി വരും, എന്തായാലും അത് തന്നെ എനിക്ക് മതി, ഞാൻ മുലയൂട്ടിക്കോളാം എന്ന് കുട്ടിയുടെ ഉമ്മ പറഞ്ഞാൽ കുട്ടിയെ മുലയൂട്ടാൻ ഏറ്റവും അവകാശപ്പെട്ടവൾ ഉമ്മയാണ്. അപ്പോ ഈ പുരുഷൻ എന്ത് പറയരുത്, പറ്റൂല ഞാൻ ഓക്കെന്നെ കൊടുത്തോളാം എന്ന് പറയരുത്. ഇവൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അവൾ അതിന് അവകാശമുള്ളവളാണ്, അവൾക്ക് നൽകേണ്ടതുണ്ട് കൂലിയും കുഞ്ഞിന് മുലയൂട്ടാനുള്ള അവസരവും. ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅതിഹി, അല്ലാഹു പറയുന്നു ലിയുൻഫിഖ് ചെലവഴിക്കട്ടെ, ദൂ സഅത്തിൻ സഅത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ വിശാലമായി റിസ്ക് നൽകപ്പെട്ടവൻ, നല്ല പൈസ ഉള്ളവൻ, മിൻ സഅതിഹി അവന്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, വമൻ ഖുദിറ അലൈഹി ആർക്കാണോ കണക്കാക്കപ്പെട്ടത് റിസ്ഖു, അവന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായവൻ, ഫലിയുൻഫിഖ് എങ്കിൽ അവൻ ചെലവഴിക്കട്ടെ, മിമ്മാ ആതാഹുല്ലാഹ് അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ. ആ വലിയ പണക്കാരനെ കാട്ടി അയാൾ തരുന്ന പോലെ നിങ്ങൾ തരണം എന്ന് സാധുവായ ഒരാളോട് ആരും പറയരുത്. നല്ല പൈസയുള്ള ഒരാൾ ഏതെങ്കിലും സാധുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ അത്രയല്ലേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നതും ശരിയല്ല. അള്ളാഹു പറയുന്നത് എന്താണ്, ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅതിഹി, അള്ളാഹു സഅത്ത് നൽകിയവൻ, വിശാലത നൽകിയവൻ അവന്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ആർക്കാണോ റിസ്ക് കണക്കാക്കപ്പെട്ടത്, ചുരുക്കപ്പെട്ടത്, ഫലിയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് അള്ളാഹു നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ. لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما آتاه الله ആർക്കാണ് അള്ളാഹു വിശാലത നൽകിയത് അവൻ അവന്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ് ആർക്കാണ് അള്ളാഹു നിജപ്പെടുത്തി നൽകിയത്, അവന്റെ റിസ്ക് ചുരുക്കപ്പെട്ടത്, അവൻ അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് ചെലവഴിക്കട്ടെ. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാലവും ഉള്ള കാലവും കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാലവും ഉള്ള കാലവും കഴിഞ്ഞുപോയിട്ടുണ്ട്. രണ്ട് രീതിയിലും അവർ അള്ളാഹുവിലേക്ക് അടുത്തു. ഒരു കാലത്ത് അവരുടെ നിലപാടെന്തായിരുന്നു, അൽ ഫഖീറു സാബിർ. മറ്റൊരു കാലത്ത് അവരുടെ നിലപാടെന്തായിരുന്നു, അൽ ഗനിയു ശാകിർ. ഈ രണ്ട് ഖൈറും ഒരുമിച്ച് ചേർത്തവരായിരുന്നു സഹാബ റളിയല്ലാഹു അൻഹും. അൽ ഫഖീറു സാബിർ എന്ന് പറഞ്ഞാൽ ആരാണ്, സബറുള്ള പാവപ്പെട്ടവൻ. അവന്റെ ദാരിദ്ര്യത്തിൽ ക്ഷമയോടെ റബ്ബിനോട് അവന്റെ വിധിയിൽ വെറുപ്പ് പ്രകടിപ്പിക്കാതെ ക്ഷമിച്ചു കഴിഞ്ഞവൻ. അള്ളാഹുവിന്റെ ദിക്റിലും ദുആയിലും അവന് സാമ്പത്തിക ചെലവില്ലാത്ത, കൊടുക്കാൻ അവന്റെ കയ്യിലില്ലല്ലോ, ചെലവില്ലാത്ത ഇബാദത്തുകൾ കൊണ്ട് സബറോടെ കഴിഞ്ഞുപോയവൻ. മറ്റൊരാളാരാണ്, അൽ ഗനിയു ശാകിർ, പണക്കാരനാണ് പക്ഷേ ശുക്റുള്ള പണക്കാരൻ. അള്ളാഹു തന്ന നിഅമത്ത് തിരിച്ചറിയുകയും എന്നിട്ട് റബ്ബിന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുക്ർ കാണിക്കുകയും അള്ളാഹു തന്ന നിഅമത്ത് അവന്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രം ചെലവഴിക്കുകയും ചെയ്യുന്ന അൽ ഗനിയു ശാകിർ, ശുക്റുള്ള പണക്കാരൻ. ഇത് രണ്ടും ഒരുപോലെ, ഈ രണ്ട് നിലപാടും എടുത്തവരാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. സഹാബത്തിന്റെ ആദ്യകാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്കുണ്ടായത്. എന്നാൽ പിന്നീട് മുസ്ലിം ഉമ്മത്തിന് ഖൈബർ പോലെയുള്ള വിജയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോൾ സഹാബത്തിന് അവരിൽ പലർക്കും ഒരുപാട് പണമുണ്ടായി. അപ്പോൾ അവർ ശുക്രോടെ കഴിച്ചുകൂട്ടി. പണ്ഡിതന്മാർക്കിടയിൽ പണ്ടേയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്, ഒരു ചെറിയ മസ്അലയാണ് ആരാണ് അഫ്ദൽ, അയ്യുഹുമാ അഫ്ദൽ, അൽ ഫഖീറു സാബിർ അം അൽ ഗനിയു ശാകിർ. സബറോടെ കഴിയുന്ന പാവപ്പെട്ടവനാണോ അതല്ല ശുക്രോടെ കഴിയുന്ന പണക്കാരനാണോ അഫ്ദൽ എന്നത് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു മസ്അലയാണ്. അത് നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാൻ പലപ്പോഴും സാധിക്കാത്ത ഒരു മസ്അലയാണത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഓരോരുത്തരുടെയും നിലപാടാണ്
അള്ളാഹു സുബ്ഹാനഹു വതആല അതിനനുസരിച്ചിട്ടാണ് ഫദ്ൽ. അതിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവരിങ്ങനെ ചർച്ച നടത്തിയാണ്, ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുന്ന ഓരോ സ്റ്റേജുകൾ, അതിലിടക്കൊരു അവർ പറഞ്ഞൊരു കാര്യമാണ്, ഫക്കീറാണ്, സാബിറായ ഫക്കീറാണ് കൂടുതൽ ഫദ്ൽ ഉള്ള ആൾ എന്ന് പറഞ്ഞവർ അവരുടെ ഒരു തെളിവാണ്. ഒരു ഫക്കീർ, അവന് നീ സക്കാത്തിന്റെ പൈസ നീ കൊടുത്താൽ അവനെ നിനക്ക് നിർബന്ധിക്കാൻ കഴിയില്ല ഇത് വാങ്ങാൻ അവന്റെ ഇഷ്ടമാണ്. ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് നീ ഇത് വാങ്ങണമെന്ന് പറഞ്ഞാൽ അവനെ നിർബന്ധിക്കാൻ കഴിയുകയില്ല. അത് വാങ്ങിയില്ല എങ്കിൽ അള്ളാഹുവിൽ അവന് തെറ്റില്ല, കുറ്റില്ല. എന്നാൽ ഖനി, പണക്കാരൻ, അവന് കൊടുക്കേണ്ട അവന്റെ സക്കാത്ത് അവന് കൊടുത്തില്ലെങ്കിലോ അള്ളാഹുവിനടുത്ത് കുറ്റുണ്ട്. അപ്പൊ അവർ തെളിവ് പിടിച്ച പല വിഷയങ്ങളിലൊന്നും ഇതാണ്. അള്ളാഹു ആലം, അള്ളാഹുവിനാണ് അറിയുന്നത്. നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നബിമാരിൽ അള്ളാഹു പണക്കാരെയും നല്ല പണവും അധികാരവും സമ്പത്തും ഒക്കെ ഉള്ളവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതില്ലാത്ത ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ആരാണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ളത്, മടങ്ങിയിട്ടുള്ളത്, അവർക്കാണ് ഫദ്ലുള്ളത്. അള്ളാഹുലേക്ക് കൂടുതൽ മടങ്ങിയിട്ടുള്ളത് ആരാണ്? അവൻ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവർക്കാണ് അള്ളാഹുവിൽ ഫദ്ലുള്ളത്. അവൻ ഖനിയാകട്ടെ, അവൻ ഫഖീറാകട്ടെ. എന്നാൽ ശഅത്തുള്ള സമയത്ത് അള്ളാഹു വിശാലത നൽകിയാൽ അതിനനുസരിച്ച് ദൂർത്തടിക്കാതെ ചെലവഴിക്കുക എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഞാൻ പണ്ടില്ലാത്ത കാലത്ത് നടന്നിട്ടാണ് പോയത്, ഇപ്പോഴും ഞാൻ നടന്നിട്ടേ പോകുള്ളൂ എന്നത് പോലെയല്ല. മറിച്ച് അള്ളാഹു സഅത്ത് നൽകിയാൽ സഅത്തിൽ നിന്ന് ചെലവഴിക്കുക. അള്ളാഹു നമുക്ക് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കും. സലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ഒരാളെ കുറിച്ച് പറയപ്പെട്ടു, അദ്ദേഹം വളരെ ഖശിനായ എന്ന് പറഞ്ഞാൽ വളരെ തീരെ പരുക്കനായ വിലയില്ലാത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഭക്ഷണം വളരെ വിലയില്ലാത്ത, അത്രയൊന്നും വളരെ ചെറിയ വിലക്ക് കിട്ടുന്ന അത്രയൊന്നും തയ്യിബല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന വിവരം വേറൊരു മുൻഗാമിയായ സാലിഹായ ഒരു മനുഷ്യന് കിട്ടി. അപ്പൊ അദ്ദേഹം എന്തു ചെയ്തു? 1000 ദീനാർ അദ്ദേഹത്തിന് കൊടുത്തയച്ചിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പോയി നോക്കി ഇപ്പൊ എങ്ങനെയാണ് ആള് കഴിയുന്നത്, ഇപ്പൊ എങ്ങനെയാണ് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പൊ അദ്ദേഹം നല്ല വസ്ത്രമാണ് ധരിക്കുന്നത്, ഇപ്പൊ അദ്ദേഹം നല്ലതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, റഹിമഹുല്ലാഹ്, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ഈ ആയത്തനുസരിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅത്തിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്. ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅത്തിഹി, അള്ളാഹു വിശാലത നൽകിയവൻ അവൻ അള്ളാഹു നൽകിയ വിശാലതയിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, ആർക്കാണോ റിസ്ക് കണക്കാക്കപ്പെട്ടത്, നിജപ്പെടുത്തപ്പെട്ടത്, കുറച്ച് കിട്ടിയത്, ഫലിയുൻഫിഖ്, അവൻ ചെലവഴിക്കട്ടെ, മിമ്മാ ആതാഹു അല്ലാഹ്, അള്ളാഹു നൽകിയതിൽ നിന്ന്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ, അള്ളാഹു ഒരു നഫ്സിനെയും ഏൽപ്പിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല, ഇല്ലാ മാ ആതാഹാ, അള്ളാഹു കൊടുത്തതിൽ നിന്നല്ലാതെ. അള്ളാഹു നിനക്ക് നിൽക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ടോ, നീ നിന്ന് നിസ്കരിക്കുക. അത് നിനക്ക് കഴിവ് തന്നിട്ടില്ലേ, നിനക്ക് ഇരുന്ന് നിസ്കരിക്കാം എന്നതുപോലെ അള്ളാഹു കഴിവില്ലാത്ത ഒരാളെയും ഒന്നിലും ഏൽപ്പിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്നതുപോലെ ഈ പറഞ്ഞതുപോലെയാണ് ഖൈറായ ജീവിതം. ഒരാളിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അള്ളാഹു കൊടുത്ത റഹ്മത്തുകൾ അയാളിൽ കാണുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരാൾക്ക് അള്ളാഹു കൊടുത്ത നിഅമത്തുകൾ കാണുക എന്നത് അയാൾക്ക് ദൂർത്തല്ലാത്ത, ആളുകളൊക്കെ ഇങ്ങനെ നോക്കണം എന്ന രൂപത്തിലല്ലാത്ത നല്ല വസ്ത്രം ഒരാൾക്ക് വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടോ, അയാളത് വാങ്ങുക. നല്ല രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടോ, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ദൂർത്തടിക്കാതെ ഒരാളത് കഴിക്കുക അള്ളാഹുവിന്റെ നിഅമത്താണ്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ ഖാലിസത്തൻ യൗമൽ ഖിയാമ. അള്ളാഹു പറഞ്ഞു, ആരാണ് അവന്റെ അടിമകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള തയ്യിബായ കാര്യങ്ങൾ ഹറാമാക്കിയത്? ഇല്ല, അത് മുഅ്മിനുകൾക്കുള്ളതാണ്, പരലോകത്ത് മുഅ്മിനുകൾക്ക് മാത്രമുള്ളതുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും കാര്യം പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലാഹു പ്രതീക്ഷ നൽകുകയാണ്.
അള്ളാഹു അവരെ നിരാശപ്പെടുത്തുന്നില്ല. സയജാലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ, സയജാലുല്ലാഹ് അള്ളാഹു തരുന്നതാണ്, അള്ളാഹു ഏർപ്പെടുത്തുന്നതാണ്. ബഅദ ഉസ്രിൻ പ്രയാസത്തിന് ശേഷം യുസ്റാ അള്ളാഹു എളുപ്പമാക്കുന്നതാണ്. ഇബ്നു കസീർ പറഞ്ഞു വഅദും മിൻഹു തആല, അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. വഅദുഹു ഹഖ്ഖുൻ, അവന്റെ വാഗ്ദാനം സത്യമാണ്. ലാ യുഫ്ലിഹു, അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.